ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ മുറുക്കാന്നേ. ടൊമാറ്റോ ബട്ടർ മുറുക്ക്. ഇത് 3/4 ഗ്ലാസ് കടലമാവ്, ഒന്നര ഗ്ലാസ് അരിപ്പൊടി, ഒന്നര ഗ്ലാസ് അരിപ്പൊടി, 2 ടൊമാറ്റോ, കരിഞ്ജീരകം, ബട്ടർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി, കാശ്മീർ മുളക് പൊടിയാണേ. ഒരു സ്പൂണോളെ ഞാൻ എള്ളിടുന്നുള്ളൂ. ഇവിടെ പിള്ളേർക്കധികം എള്ള് ഇഷ്ടമല്ല. 1 സ്പൂൺ എള്ള്, അല്പം ജീരകം ഒന്ന് കൈകൊണ്ട് ഞെരടി ജീരകം, 2 സ്പൂണ് ബട്ടർ. ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കരുത്, പുറത്ത് വെച്ച 2 സ്പൂണ് ബട്ടർ, അത് കഴിഞ്ഞ് ടൊമാറ്റോ ചെറുതായിട്ട് മിക്സിയിൽ അരിഞ്ഞിട്ട് അടിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇങ്ങനെ ഇന്ന കണക്കുന്നൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് തക്കാളി മിക്സിക്കകത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് 1 സ്പൂണിന് അളവിന് കായപ്പൊടിയും കൂടെ ഇടണേ. ഞാൻ കായപ്പൊടിയുടെ കാര്യം നമുക്കിട്ട് പറയാൻ മറന്നുപോയി. 1 സ്പൂൺ അളവിന് കായപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് കൈ കൊണ്ട് നല്ല ബട്ടറും കായപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ മിക്സായി നല്ല കൈ കൊണ്ട് ഇതാക്കണേ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തക്കാളി അടിച്ച് മിക്സിക്കകത്ത് അടിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ തക്കാളിയും കൂടെ ഇട്ട് കുഴച്ച് ഒരു 2 മിനിറ്റോളം ബട്ടറും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിക്ക് കുഴച്ച് പൊടി ഇങ്ങനെ നല്ല എല്ലാം കൂടെ മിക്സ് ആവണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തക്കാളി അടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ അതിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ച് കുഴച്ച് ആവശ്യത്തിന് ആ ജ്യൂസിൻ്റെ ഇതിന് ചേരാത്ത പിന്നെ കുറച്ചും കൂടെ വെള്ളവും കൂടെ ചേർത്ത്, അത് ചൂടുവെള്ളം ഒന്നും വേണ്ട, പച്ചവെള്ളം മാത്രം മതി കേട്ടോ. എല്ലാം കൂടെ ഇട്ട് കുഴച്ച് ആ തക്കാളിയുടെ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് കുഴച്ച് നോക്കിയിട്ട് പോരാത്ത വെള്ളവും കൂടെ ഒഴിച്ച് കുഴയ്ക്കണം കേട്ടോ. നല്ല കൈ കൊണ്ട് ഞെരടി എല്ലാം ഫുള്ള് മാവ് മിക്സായി ഇരിക്കുക, എന്നാലും ഒന്നുകൂടെ ഒന്ന് കൈ കൊണ്ട് നല്ല കുഴച്ച് എടുക്കണം. നല്ല സൂപ്പറായിട്ട് കുഴച്ചിട്ട് നല്ല മയപ്പെടുത്തണം. കുഴഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നല്ല കുഴയ്ക്കണം, എന്നാലേ അത് നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ ഇതിലുള്ള തെറ്റുകളെല്ലാം നിങ്ങൾ ക്ഷമിച്ചേക്കണേ. ഞാൻ സ്വന്തമായിട്ട് മൊബൈലിൽ നിന്ന് വീഡിയോ പിടിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ്, അതുകൊണ്ട് അത്ര നല്ല ക്ലിയർ ഇല്ലാത്തത് കേട്ടോ. നിങ്ങൾ ക്ലിയർ ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ കാണാതിരിക്കണ്ട കേട്ടോ. എല്ലാം നല്ല ഒരു 5 മിനിറ്റോളം ഇട്ട് കുഴയ്ക്കണം എല്ലാം കൂടെ. അപ്പോഴും നല്ല സോഫ്റ്റ് ആ ബട്ടറും എല്ലാം കൂടെ, ഉപ്പും മാവും എല്ലാം കൂടെ, തക്കാളി എല്ലാം കൂടെ. ഇത് തക്കാളി മുറുക്കാന്നേ. നല്ല മയം വരുന്നവരെ ഇട്ട് കുഴയ്ക്കണം. ഒരു 5 മിനിറ്റോളം അത് കുഴയ്ക്കണം. അൽഹംദുലില്ലാ നല്ല കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് മയപ്പെടുത്തി കണ്ടോ, നല്ല മയമായി. ഇനി ഇത് വെക്കൊന്നും വേണ്ട, അപ്പോഴേ അങ്ങ് നമുക്ക് എണ്ണ തിളപ്പിച്ചിട്ട് എണ്ണ അടുപ്പിൽ വെച്ച് ഇതാക്കി അപ്പോഴേ ആ മുറുക്കുണ്ടാക്കുന്ന അച്ചിനകത്ത് വെച്ച് പിഴിഞ്ഞുണ്ടാക്കാം.
1 മിനിറ്റ് പോലും വെച്ചേക്കണ്ട. കുഴച്ച് കഴിഞ്ഞാൽ അപ്പോഴേ അത് ഉണ്ടാക്കിയെടുക്കാം. ദേ സേവനാഴി ഇങ്ങനത്തതാണേ. അതിനകത്ത് കണ്ട നമ്മൾ സ്റ്റാറിൻ്റെ ഇതാ ചില്ല ഇടുന്നത്. എന്നിട്ട് അതിനകത്ത് മാവ് വാരി വെച്ചിട്ട് പിന്നെ മാവ് കുഴച്ച് അതിനകത്ത് വെച്ച് ഇതാക്കി അടുപ്പിൽ പിഴിഞ്ഞ്. പക്ഷെ പിഴിഞ്ഞ് എനിക്ക് കാണിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാ മൊബൈലും പിടിച്ച് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിഴിഞ്ഞ് ഇടുന്നത് കാണിക്കാൻ ഒക്കത്തില്ല. അല്ലാത്തതെല്ലാം കാണിക്കാൻ ഒക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടങ്ങ് നമ്മൾ ചുറ്റി പിഴിഞ്ഞാൽ മതി. വേണ്ട ഇങ്ങനെ ചെറിയ വട്ടത്തിനുള്ള മുറുക്കല്ല കേട്ടോ. ഈ മുറുക്കുണ്ടല്ലോ, കുഞ്ഞു 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 പീസ്, ആ മുറുക്ക കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന മാറ്റാമുറുക്കല്ലേ, അതുകൊണ്ടാ ഈ കളറ്. അല്ലെങ്കിൽ നല്ല ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഇത് ടൊമാറ്റോയും കൂടെ ഇട്ടായിരിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ കളറാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന മുറുക്ക. നല്ല തക്കാളിയുടെ ടേസ്റ്റും എല്ലാം ഉള്ള ഒരു മുറുക്ക. ഒരു മാസത്തോളം കണ്ടെയ്നറിലിട്ട് അടച്ച് വെക്കാം കേട്ടോ. നല്ല മുരമുര ഇരിക്കുന്നതാണ്. നല്ല ഇതിൽ ഇതായിരിക്കുന്ന മുറുക്കാന്നേ. നല്ല 1 മാസത്തോളം കണ്ടെയ്നറിലിട്ട് വെച്ചാലും ഒന്നും വരത്തില്ല. പിള്ളേർക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതലും. വലിയവർക്ക് ഇഷ്ടാവും, പക്ഷെ കൂടുതലും പിള്ളേർക്കാ. ഇങ്ങനെ ഒരുവിധപ്പെട്ട പച്ചക്കറി തക്കാളി എന്നൊന്നും കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. നല്ല മൊരിഞ്ഞ് നല്ല ഇതിലിരിക്കുക കണ്ടോ. തക്കാളി ആയതുകൊണ്ടാ ഈ കളറ്, അല്ലെങ്കിൽ നല്ല ഗോൾഡൻ കളറിലിരിക്കേണ്ടതാണ്.